സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 6 പേർ. കൂർക്കഞ്ചേരി കൃഷിഭവന് മുമ്പിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി റാപ്പർ വേടന്റെ സഹോദരൻ. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പരാതി നൽകി. ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കുമാണ് പരാതി നൽകിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയുയർത്തുകയാണ്. എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത്, ലക്ഷണങ്ങൾ എന്തെല്ലാം, ചികിത്സാ വിധികൾ എന്തൊക്കെ എന്ന് പരിശോധിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടന്നാണ് രോഗം ബാധിക്കുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവ കാണാറുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അമീബിക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ. വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും. ന്യൂസ് ഡെസ്ക് TCV. കൂർക്കഞ്ചേരി കൃഷിഭവന് മുമ്പിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പൺ ജിം പാർക്കിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഐ ലവ് കുർക്കഞ്ചേരി എന്ന ലൈറ്റ് ബോർഡാണ് ഇന്ന് രാവിലെ തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 17-നാണ് തൃശൂർ കോർപ്പറേഷൻ കുർക്കഞ്ചേരി ഡിവിഷനിലെ ഈ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റ് ബോർഡാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തകർത്തതെന്നാണ് സൂചന. അതേസമയം ഓപ്പൺ ജിം പാർക്കിലെ വ്യായാമ ഉപകരണങ്ങൾക്കൊന്നിനും കേടുവരുത്തിയിട്ടില്ല. ലൈറ്റ് ബോർഡ് പ്രകാശിക്കുമ്പോൾ മനോഹര കാഴ്ചയായിരുന്ന ഇവിടം ഒരു സെൽഫി കോർണറായി മാറിയിട്ടുണ്ടായിരുന്നുവെന്ന് ഡിവിഷൻ കൗൺസിലർ വിനീഷ് തയ്യിൽ പറഞ്ഞു. കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇതൊക്കെ വെട്ടി വെടുപ്പാക്കി നഗരത്തിന് ഒരു സൗന്ദര്യവൽക്കരണം നടത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. രാത്രി 10 മണി വരെ ഇവിടെ ഈ ജിമ്മിൽ സ്ത്രീകളും പുരുഷന്മാരും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വികസന വിരോധികളായ ആളുകൾ ഇന്നലെ രാത്രി ലൈറ്റ് ബോർഡാണ് ഇന്നലെ രാത്രി തകർക്കപ്പെട്ടത്. ഏകദേശം ഞാൻ രാത്രി 12 മണിക്ക് ഇതിലെ പോകുമ്പോൾ ഇത് കത്തിട്ടുന്നുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ജിമ്മിൽ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ഇത് തകർത്തിട്ടുള്ളത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞ മാസം ഓപ്പൺ ജിം പാർക്കും ലൈറ്റ് ബോർഡും സ്ഥാപിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വ്യായാമത്തിനും മറ്റുമായി വരാൻ തുടങ്ങിയിരുന്നു. സംഭവത്തിൽ ഡിവിഷൻ കൗൺസിലർ വിനേഷ് തയ്യിൽ നൽകിയ പരാതിയെ തുടർന്ന് നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നും പരാതിയിൽ വ്യക്തമാക്കി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറഞ്ഞു. KLDC ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ
KLDC എല്ലാ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് KDAയുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് അതിൽ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാസ്സാക്കാവുന്ന വിഷയമുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അതിന് നടപടികളായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഊഹിച്ചിട്ട് മണ്ണിട്ട് KLDC ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തു തന്നാലും അത് ചിലപ്പോൾ സ്ഥിരം സംവിധാനമായി മാറും. ആ പാലത്തിൻ്റെ പണി തൽക്കാലം അപ്പോൾ നിന്നു പോകും. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നുമാണ് KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാടശേഖരത്തിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ടുറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. TCV തൃശൂർ. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകി. പന്തലാംപാടം ജനകീയ സമിതിയാണ് പരാതി നൽകിയത്. വടക്കാഞ്ചേരി, പന്തലാംപാടം, ചുവട്ടുപാടം, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ സർവീസ് റോഡും മേൽപ്പാലത്തിന്റെയും പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്തലാംപാടം ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകിയത്. നിലവിലെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ വെങ്കിടങ് ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ് പട്ടാമ്പി സ്വദേശികളായ 2 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി ജംഗ്ഷനിൽ രാത്രിയിൽ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മേളം അവതരിപ്പിക്കാൻ ഇനിയും അനുമതിയില്ലാത്ത പെരിങ്ങോട് ചന്ദ്രന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുരസ്കാരം. 2025 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരമാണ് പഞ്ചവാദ്യം തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് സമർപ്പിക്കുക. അഷ്ടമി രോഹിണി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഈ മാസം 14 ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. പെരിങ്ങോട് ചന്ദ്രൻ നേരിട്ട അവഗണനയെക്കുറിച്ച് 8 വർഷം മുൻപ് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡരികിൽ കേബിളുകൾ സ്ഥാപിക്കുന്നതിനിടെ തകർന്ന റോഡ് ഒടുവിൽ അറ്റകുറ്റപ്പണി നടത്തി. 8 മാസം മുൻപാണ് കാട്ടകാമ്പാൽ മേഖലയിൽ റോഡരികിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് കേബിളുകൾ വലിച്ചത്. കേബിളുകൾ സ്ഥാപിച്ചതിനു ശേഷം കുഴി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചുപോയതോടെ റോഡരികിൽ വലിയ കുഴിയായി. അപകടം പതിവായതോടെ നാട്ടുകാർ മണ്ണിട്ട് പലപ്പോഴും കുഴി അടച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. പുതുക്കാടിനും ഇരിങ്ങാലക്കുടിക്കും ഇടയിലെ മുരിയാട് റെയിൽവേ ഗേറ്റ് ഇന്ന് രാത്രി 9 മുതൽ നാളെ പുലർച്ചെ 3 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ഗേറ്റ് അടച്ചിടുന്നത്. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 13 തൃപ്രയാറിൽ ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥവിചാര സദസ്സും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങ് ചേർശ്ശേരി വിവേകാനന്ദാശ്രമം മുഖ്യ ഉപദേഷ്ടാവ് സ്വാമി പുരുഷോത്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ST ചന്ദ്രൻ, K. രവീന്ദ്രനാഥ്, K. ദിനേശ്, രാജ, വിജേഷ്, ശെൽവരാജ്, അജയൻ, ഷാന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിലെ 7ാം വാർഡിൽ നിർമ്മിച്ച ഇന്ദിരാജി റോഡിന്റെ ഉദ്ഘാടനം നടത്തി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA ഷാജഹാൻ അധ്യക്ഷനായി. ഹനീഫ പുതിയ വീട്ടിൽ, മുഹമ്മദ് ഷെഫീഖ്, ആശാവർക്കർ സുഭദ്ര, CDS അംഗം രമണി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം 20 നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, ചെയർമാനും സെക്രട്ടറി PM ഹസീബ് അലി കൺവീനറായും 101 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്.
പെങ്ങാമുക്ക് റോഡിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. ഹൈസ്കൂളിന് സമീപം നടുറോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മൂലം റോഡിൽ കുഴിയായി. ഈ കുഴിയിലൂടെ വെള്ളമൊഴുകി സമീപത്തെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. കരിച്ചാൽ റോഡിന് സമീപം റോഡരികിൽ 2 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് ഇനിയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. പമ്പിംഗ് നടത്തുമ്പോഴെല്ലാം ഇവിടെ വെള്ളം പാഴാകുന്നുണ്ട്. പുത്തൻകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ദിനകാല രാധാകൃഷ്ണന്റെ വീടിന്റെ താക്കോൽദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം KPCCയുടെ 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ കൊടമുക്കിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കല്ലായി അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, K ജയശങ്കർ, ഫൈസൽ കാഞ്ഞിരിപ്പിള്ളി, MM മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അതിന് ആർജവത്വം കാണിച്ച ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്മരണയിലാണ് നിങ്ങൾ ഈ വീട് കൊടുക്കുന്നത് എന്നറിയുന്നതിലും അതിയായ സന്തോഷം. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൊയക്കാവ് RCUP വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്കുമായി ഓൺലൈനായി ഗ്ലോബൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ ക്യാഷ് അവാർഡും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളും സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ വിജയികൾക്ക് സമ്മാനിച്ചു. കൺവീനർ ജെയിംസ് മുട്ടിക്കൽ, ജോയിന്റ് കൺവീനർമാരായ സ്റ്റെല്ല ജോൺ, ശശി ഓലേക്കാട്ട, ഹെഡ് മിസ്ട്രസ് സിനി സൈമൺ, PTA പ്രസിഡന്റ് നിക്സൺ തലക്കൂട്ടൂർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച മുതൽ തൃശൂർ മാന്നാമംഗലം റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 5 ദിവസം തുടർച്ചയായി പണികൾ നടക്കും. അതിനാൽ മാർ അപ്രേം പള്ളി മുതൽ ജൂബിലി മിഷൻ ആശുപത്രി വരെയുള്ള റോഡിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചു. അന്നേ ദിവസങ്ങളിൽ വാഹനയാത്രക്കാർ മറ്റു വഴികൾ വിനിയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് വലയിൽ മലമ്പാമ്പ് കുടുങ്ങി. പൂച്ചക്കടവ് പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ വേലിയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടി നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൽ ഹബീബ്, മുഹമ്മദ് യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. ഒല്ലൂർ ഫാത്തിമ റോഡിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആൾ അവശനിലയിൽ കിണറിനുള്ളിൽ കുടുങ്ങി. പിന്നീട് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ചെങ്ങാലൂർ സ്വദേശി ഷാജുവിനെയാണ് സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. ഇടപ്പള്ളി മാത്യു എന്നയാളുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനാണ് ഷാജു എത്തിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ VS സജേഷ്, അനന്തകൃഷ്ണൻ സഭാവതി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലെ ഇന്റർനാഷണൽ അക്വാട്ടിക് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 500ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയശ്രീ ശിവദാസ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് R സാംബശിവൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 10,130, പവന് 81,040. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ചു മരിച്ചത് 6 പേർ. കൂർക്കഞ്ചേരി കൃഷിഭവന് മുമ്പിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി റാപ്പർ വേടന്റെ സഹോദരൻ. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പരാതി നൽകി. ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കുമാണ് പരാതി നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.